ഓക്കെ, സോ പ്ലീസ് ലിസൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻ്റാണ് ഉള്ളത്. ഒന്ന് ടാരിഫും രണ്ട് കോട്ടയും. ഇപ്പോൾ ടാരിഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് എ സ്പെസിഫിക് കമ്മോഡിറ്റി ആൻഡ് ദർ ക്യാൻ ബി എക്സ്പോർട്ട് ടാരിഫ് ആസ് വെൽ, ബട്ട് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടാരിഫ് ഈസ് വാട്ട് the import tariff. And the next one is the quota, is another type of trade policy instrument. And quota means you are imposing, you are putting certain limit, the number of units of commodity that can be imported into the country on a specific year, during a specific year. So that is quota. Quota എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ബേസ്ഡാണ്. ടാരിഫ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ബേസ്ഡാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 10% ടാരിഫ്, 20% ടാരിഫ്, ശരിയല്ലേ? കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര യൂണിറ്റേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. രണ്ട് രീതിയിലായിരിക്കും അതിൻ്റെ എഫക്റ്റ്. അപ്പോൾ അത് ടാരിഫ് ബാരിയറാണ്. കോട്ട ടാരിഫ് ബാരിയർ അല്ല കേട്ടോ. ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ട്രേഡ് പോളിസി. ടാരിഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ടാരിഫ് ഈസ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ഓൺ ദി ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. ദ മെയിൻ ഫോം ഓഫ് ടാരിഫ് ഈസ് ഇമ്പോർട്ട് ടാരിഫ്. കോട്ട ഓൺ ദി അതർ ഹാൻഡ് ഈസ് റെസ്ട്രിക്റ്റിംഗ് ദി ഇമ്പോർട്ട് ഓഫ് എ കമ്മോഡിറ്റി ടു എ സ്പെസിഫിക് ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞു എത്രമാത്രം ക്വാണ്ടിറ്റി ഒരു വർഷത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് കോട്ട എന്ന് പറയുന്നത്. ഇനി അടുത്ത നോൺ ടാരിഫ് ബാരിയറാണ്. ടാരിഫ് അല്ലാത്ത ബാരിയറിനെ നമ്മൾ നോൺ ടാരിഫ് ബാരിയർ എന്ന് പറയുന്നത്. അപ്പം നോൺ ടാരിഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ ടാരിഫ് അല്ലാത്ത എന്തെല്ലാം ബാരിയർ വരാം. അപ്പോൾ അതിലൊന്നാണ് കോട്ട നമ്മൾ കണ്ടു. അഡ്മിനിസ്ട്രേറ്റീവായിട്ട് നമ്മൾ പറയുകയാണ് ടാരിഫ് അത് ഈ കമ്മോഡിറ്റി ഇത്ര യൂണിറ്റ് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഇനി അതല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഹെൽത്ത് ഗ്രൗണ്ടിൽ ഈ കമ്മോഡിറ്റി ഇങ്ങോട്ട് വരാൻ പാടില്ല. അല്ലെങ്കിൽ ചില പ്രത്യേക സ്റ്റാൻഡേർഡ്, ഉദാഹരണം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം, ഉദാഹരണത്തിന് വണ്ടിയുടെയൊക്കെയാണ് സൈസ് അല്ലെങ്കിൽ മറ്റ് ബേസിക് ഫീച്ചേഴ്സ് പ്രകാരം ചില വാഹനങ്ങൾ ഇന്ത്യയിൽ പറ്റുകയില്ല, അല്ലെങ്കിൽ ചില തരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിൽ പറ്റുകയില്ല എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനെല്ലാം നമ്മൾ നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ടാരിഫ് അല്ല, ബാരിയേഴ്സ് തന്നെയാണ്. ആ ട്രേഡ് ബാരിയേഴ്സ് എക്സെപ്റ്റ് ടാരിഫ് വിച്ച് റെസ്ട്രിക്ട് ഇൻ്റർനാഷണൽ ട്രേഡ്. ദി ഇമ്പോർട്ടൻറ്റ് ടാരിഫ് ബാരിയേഴ്സ് ആർ കോട്ട, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അഗൈൻസ്റ്റ് ട്രേഡ്, വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ്. ഒരു രാജ്യം തന്നെ പറയുക ഞാൻ ഈ കൊല്ലം എക്സ്പോർട്ടൊന്നും നടത്തുന്നില്ല അങ്ങോട്ട് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ 20,000 യൂണിറ്റ് മാത്രമേ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്ന് നമ്മളോട് ഒരു രാജ്യം പറയുന്നതിന് വോളണ്ടറി, ആ രാജ്യം തന്നെ ഇങ്ങോട്ട് എക്സ്പോർട്ട് നടത്തുന്നില്ലെന്ന് പറയുക. അങ്ങനെ ആരെങ്കിലും പറയുമോ? ഇല്ല, നമ്മളവരെ നിർബന്ധിച്ചാലേ പറയുള്ളൂ. അപ്പം അവർ നമ്മൾ എന്തെങ്കിലും എഗ്രി ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺസെൻസിൽ എത്തിച്ചേരും. എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ നമ്മൾ അവർക്ക് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കൺസെഷൻ അവർക്ക് കൊടുക്കുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ അമേരിക്ക പണ്ട് എത്തിച്ചേർന്ന പലതരത്തിലുള്ള ഉപയോഗിച്ചിരുന്ന പല ടൂളാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റത്തെ പല തരത്തിലുള്ള ട്രേഡ് പോളിസി മെഷേഴ്സിനെ നമ്മൾ നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ റെഗുലേഷൻ ഓഫ് ഹെൽത്ത്, സേഫ്റ്റി ഗ്രൗണ്ട്സ്, ലേബലിംഗ്, പാക്കേജിംഗ് നോംസ്, എൻവയറമെൻറ്റൽ, human rights measures, etc. are also part of non-tariff barriers. Government procurement policy, state trading policies also comes under NTBs. നമ്മൾ പറയുകയാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് പറയുകയാണ്, ഉദാഹരണം ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാരിഫ് മെഷേഴ്സ്, നോൺ ടാരിഫ് ബാരിയർ തന്നെയാണ്. നമ്മൾ വിദേശ കമ്പനികളെ ഒഴിവാക്കുകയാണ്. ഓക്കെ, സ്റ്റേറ്റ് ട്രേഡിംഗ് പ്രാക്ടീസ്, സ്റ്റേറ്റ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും വിദേശ കമ്മോഡിറ്റികൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും? നോൺ ടാരിഫ് ബാരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, പിടികിട്ടിയല്ലോ. അപ്പോൾ ടാരിഫ്, നോൺ ടാരിഫ് ബാരിയേഴ്സ്. ഇനി നമ്മൾ ടാരിഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നോൺ ടാരിഫ് ബാരിയേഴ്സ് നമുക്ക് 2-3 ക്ലാസ്സും കൂടെ കഴിഞ്ഞ് നമുക്ക് മതി. ഓക്കെ, ടാരിഫ് ഈസ് എ ടാക്സ് ലെവിഡ് അപ്പോൾ കമ്മോഡിറ്റി വെൻ ഇറ്റ് ക്രോസസ് ദി ഇൻ്റർനാഷണൽ ബൗണ്ടറി. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് ഒരു കമ്മോഡിറ്റി പോകുമ്പോൾ, ഒരു സർവീസ് പോകുമ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ടാക്സാണ് ഏത്? ടാരിഫ്. ഓക്കെ, ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ടാരിഫ് ഈസ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ക്ലാസിഫിക്കേഷൻ ഓഫ് ടാരിഫ് പലതരത്തിലുണ്ട്. സ്പെസിഫിക് ടാരിഫ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റിൻ്റെ മേളിൽ ടാരിഫ് ഏർപ്പെടുത്തുക. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ 10% ആണ്. മറ്റേത് ഒരു ഫ്രിഡ്ജിന് ഇത്ര ടാരിഫ്, അല്ലെങ്കിൽ 2 ഫ്രിഡ്ജിന് ഇത്ര. ഇതങ്ങനെയല്ല, 10 വിലയുടെ 10% അതുപോലെ. കോമ്പൗണ്ട് രണ്ടും കൂടെ കൂടുതലാണ്. അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾ നെറ്റ് പരീക്ഷയൊക്കെ എഴുതുവാണെങ്കിൽ അന്നേരം മാത്രമേ അതൊക്കെ പഠിക്കാനുള്ളൂ. ഒരു വളരെ ബേസിക് നോളജ് ആട്ടോ. അപ്പം നിങ്ങൾ പലരും മാത്സൊക്കെ പഠിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളുണ്ടെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയത്. സ്പെസിഫിക് ടാരിഫ് അറ്റ് വാല്യൂ എന്ന് തന്നെ അർത്ഥം. വാല്യൂവിൻ്റെ ഇത്ര ശതമാനം, മനസ്സിലായല്ലോ. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഒക്കെ എണ്ണത്തിനായിരിക്കും ടാരിഫ് ഏർപ്പെടുത്തും? ഇല്ല. അതെങ്ങനെയായിരിക്കും? അത് ഇത്ര വിലയുടെ ഇത്ര ശതമാനമായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് എസ്ഐക്ക് നമുക്ക് ചോദിക്കാൻ, നമ്മുടെ സിലബസ് തുടങ്ങുന്ന ഇതാണ്. എഫക്ട്സ് ഓഫ് ടാരിഫ്, പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. അപ്പോൾ ടാരിഫിൻ്റെ എഫക്റ്റ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം ആംഗിൾ നമ്മൾ പഠിക്കുക. ആസ് എ ട്രേഡ് പോളിസി ഇൻസ്ട്രുമെൻറ്റ്, ടാരിഫ് ഈസ് ഡിസൈൻഡ് ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസർ ഫ്രം ദി ഇമ്പോർട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടാരിഫിൻ്റെ ഉദ്ദേശം. നമ്മൾ ടാക്സ് ഏർപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് ഏർപ്പെടുത്തുന്നത് ഒരിക്കലും റവന്യൂ കിട്ടണമെന്ന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചല്ല.
റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല. റവന്യൂ കിട്ടുവാണെങ്കിൽ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ടാക്സ് ഏർപ്പെടുത്തുന്നു, ടാരിഫ് ഏർപ്പെടുത്തുന്നു, വിദേശ സാധനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടാരിഫ് എടുക്കുന്നത്. അതിന് നമ്മൾ പറയുന്നത് വരാം പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ടാരിഫിൻ്റെ കേസിൽ പേര് കേട്ട് കഴിഞ്ഞാൽ ടാക്സ് എന്നാണെങ്കിൽ പോലും അതിൻ്റെ ഉദ്ദേശം പ്രൊട്ടക്ഷൻ ആയിരിക്കും. മനസ്സിലായല്ലോ. സോ ദ എഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് എ ടാരിഫ് ഈസ് ഡിറ്റർമൈൻഡ് വിത്ത് ദി ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ഇറ്റ് ഗീവ്സ് ടു ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. ആരെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ എവിടെ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ടാരിഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണെന്ന് വിചാരിച്ച് ആ എങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടക്കാതെ വരും. നമുക്ക് ഇതേ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. സോ സം ടാരിഫ് ആർ പ്രൊഹിബിറ്റീവ് ടാരിഫ്. അങ്ങനെയൊരു ടാരിഫും ഉണ്ട്, പ്രൊഹിബിറ്റീവ്, 100% പ്രൊഹിബിറ്റീവ്. ചില ടാരിഫ് ഉദാഹരണം പറയുകയാണെങ്കിൽ 5000% ടാരിഫ് ഏർപ്പെടുത്തി ഏതെങ്കിലും ഒരു മൊബൈൽ ഫോണിൻ്റെ മുകളിൽ. അപ്പോൾ അന്നേരം ട്രേഡ് നടക്കുമോ? ഇല്ല. അപ്പം 0% ആയിരിക്കും ടാരിഫ്. 100% ടാരിഫല്ല, 0% ആയിരിക്കും ട്രേഡ് ഒരിക്കലും 100% പ്രൊഹിബിറ്റീവ് ആയിരിക്കും ടാരിഫ്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോലും ഇമ്പോർട്ട് ചെയ്യാൻ കമ്മോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നടക്കാതെ വരും. അപ്പോൾ ടാരിഫിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് തീരുമാനിക്കുന്നത്? ആ ടാരിഫ് ഏർപ്പെടുത്തിയതിന് ശേഷം എത്രമാത്രം ഇമ്പോർട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ടാരിഫിൻ്റെ സക്സസ് തീരുമാനിക്കുന്നത്. അല്ലാതെ എത്ര ശതമാനം ഗവൺമെൻറ്റിന് എത്രയാണ് വരുമാനം കിട്ടിയെന്നുള്ളതാണോ? അല്ല, വരുമാനം കിട്ടിയതിന് വേണ്ടിയിട്ട് വേറെ ടാക്സ് ഉണ്ട്. അപ്പോൾ ടാരിഫിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താ? ടു ഗിവ് പ്രൊട്ടക്ഷൻ ടു ദി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. Okay, to give an ample signal to the domestic producers that this much tariff has been imposed, or tax has been imposed, so foreign commodities may not be imported that much, so you can have higher production, you can get a good market in India. So that is a signal provided by what we can say the tariff barriers. So as a trade policy instrument, tariff is designed to give protection to domestic producers from import competition. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് എതിരെ നമ്മൾക്ക് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷനാണ് ടാരിഫ്. ഓക്കെ, ദോ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. നമ്മുടെ നിങ്ങൾ ലാപ്പൊക്കെ മേടിക്കുമ്പോൾ കണ്ടിട്ട് കാണും, നമുക്ക് ഒരു 25,000 രൂപയുടെ ലാപ്പൊക്കെ കിട്ടും. നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നല്ല ലാപ്പൊക്കെ നമ്മൾ മേടിച്ചേനെ. നമുക്ക് ലാപ്പ് മേടിക്കാൻ ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ലോ. നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ലാപ്പിനെതിരെ നമ്മൾ ടാരിഫ് ഏർപ്പെടുത്തും. സോ ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഗിവ് പ്രൊട്ടക്ഷൻ. സ്റ്റിൽ ഇറ്റ് ഹാസ് മെനി അതർ എഫക്ട്സ്. നമുക്ക് മനസ്സിൽ വിചാരിക്കാമല്ലോ എന്തൊക്കെ എഫക്റ്റ് അതല്ലാതെ വരുന്നു. നമ്മൾ ലാപ്പ് മേടിക്കാൻ പോയി, അല്ലേ, ശരിയല്ലേ, ക്വാളിറ്റി കുറഞ്ഞ ലാപ്പ് നമുക്ക്, അല്ലെങ്കിൽ ഇച്ചോടെ ഫീച്ചേഴ്സ് കുറഞ്ഞ ലാപ്പ് നമ്മൾ മേടിക്കേണ്ടി വന്നു. അപ്പം നമ്മുടെ ഒരു വെൽഫെയർ കുറഞ്ഞു പോയി. ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കൺസ്യൂമേഴ്സിന് കൂടുതൽ വെൽഫെയർ കിട്ടിയേനെ, പ്രൈസ് കുറഞ്ഞേനെ, അല്ലേ. പക്ഷേ ഇമ്പോർട്ട് നടക്കും, നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കും, നമുക്ക് ഇൻകം കിട്ടാതിരിക്കും, നമ്മുടെ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാതിരിക്കും. അപ്പോൾ എന്തെല്ലാം എഫക്റ്റ് ടാരിഫിനുണ്ടെന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടാവുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. Then tariff activity influences domestic price. 10% ടാരിഫ് കൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവില്ല 10% മുകളിൽ പ്രൈസ് കൂടുന്ന. സോ പ്രൊഡക്ഷനെ സ്വാധീനിക്കും, അല്ലേ. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടും, കൺസംഷൻ കുറയും. കാരണം എന്താ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റം നമുക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, അത് ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ടാരിഫ് കൂടി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കൺസംഷൻ കുറഞ്ഞു. ആസ് വെൽ ആസ് ദി ഗവൺമെൻറ് റവന്യൂ കൂടും. സോ ഇത് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഗവൺമെൻറ് റവന്യൂവിനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായല്ലോ. അല്ലാതെ നമ്മൾ ചാടിക്കറി ടാരിഫും ടാക്സ് നോക്കുമ്പോൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കിട്ടാനുള്ള ഒരു ഉപാധിയാണ് ഈ ട്രേഡിന് മേലുള്ള ടാരിഫ് എന്ന് വിചാരിച്ചേക്കരുത്. ഹെൻസ് ടാരിഫ് ഹാസ് പ്രൈസ് എഫക്റ്റ്. ദാറ്റ് മീൻസ് ഹൗ മച്ച് ഓഫ് പ്രൈസ് ഹാസ് ഇൻക്രീസ്ഡ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് സ്പെസിഫിക് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ മേലുള്ള ടാരിഫ് ഇപ്പോൾ എത്രമാത്രം അതിൻ്റെ പ്രൈസ് കൂടി. കൺസംഷൻ എഫക്റ്റ്, എത്രമാത്രം കൺസംഷൻ കുറഞ്ഞു, ഡൊമസ്റ്റിക് കൺസംഷൻ കുറഞ്ഞു. ഇനി അതിൻ്റെ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് എത്രമാത്രം കൂടുതൽ ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. കാരണം കുറച്ച് ആൾക്കാർ എവിടുന്ന് വിദേശ സാധനത്തിൻ്റെ വില കൂടിയുകൊണ്ട് നമ്മുടെ ഐറ്റങ്ങൾ മേടിക്കും. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് പ്രൊഡക്ഷൻ കൂടി. ഇനി അതുപോലെ ആ പ്രൊഡക്ഷൻ കൂടുമ്പോൾ പ്രൊട്ടക്ഷനും കൂടെയാണ് കൂടുന്നത്, ശരിയല്ലേ. വെൻ ദി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഓർ സെൽ മോർ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്, ദി പ്രൊട്ടക്ഷൻ ഗിവൺ ബൈ ദി
government through this tariff also goes up. Okay, and similarly there is revenue effect, understandably this is the last one, least mentioned one. Still there is revenue effect as well, though it is not the prime objective of imposing tariff. We can explain the effects of tariff in partial equilibrium setting. പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രൊഡക്ഷനും കൺസംഷനും പ്രൈസും ഇമ്പോർട്ടും എക്സ്പോർട്ടിൻ്റെ മൊത്തത്തിൽ ആ ഒരു ആംഗിളിൽ മാത്രം നമ്മൾ പഠിക്കുന്നതിനാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മറിച്ച് ജനറൽ ഇക്വിലിബ്രിയം വരുമ്പോൾ നമ്മൾ ആ രാജ്യത്തിൻ്റെ മൊത്തം വെൽഫെയർ എങ്ങനെ കൂടി, അല്ലെങ്കിൽ ആ രാജ്യത്തിന് ടേംസ് ഓഫ് ട്രേഡ് എന്തെങ്കിലും മാറ്റം വന്നോ, ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി കുറച്ച് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന അമൗണ്ട് കുറച്ചേ കൊടുത്തുള്ളൂ, ഇമ്പോർട്ട് ചെയ്യുന്ന അമൗണ്ട് കൂടുതൽ കിട്ടി, ആ രീതിയിലൊക്കെ എന്തെങ്കിലും ടേംസ് ഓഫ് ട്രേഡ് എഫക്റ്റ് ആണെന്നോ, ഇങ്ങനെ അല്പം കൂടെ കടന്ന കൂടുതലായിട്ടുള്ള ലെവലിൽ അനാലിസിസ് നടത്തുന്നതാണ് ശരിക്കും ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ്. നമ്മൾ പിന്നെ പഠിക്കും എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കും. നമ്മളിപ്പം തൽക്കാലം പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന് നമുക്കൊരു ഡയഗ്രത്തിലൂടെയാണ് ഈ ടോപ്പിക് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ശരിക്കും ഡയഗ്രത്തിൽ കൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡയഗ്രമാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട എലമെന്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്രം കാണിച്ചേക്കുക. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇവിടെ പ്രൈസാണ്, പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി. ഇവിടെ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ദി ഇമ്പോർട്ടഡ് കമ്മോഡിറ്റി. ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ട, ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി. ഇവിടെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. നമ്മൾ ആ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡൊമസ്റ്റിക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സൈഡിൽ ഒരു കാരണവശാലും ക്വാണ്ടിറ്റി ഇമ്പോർട്ടഡ് അല്ല, നമുക്ക് ക്വാണ്ടിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇവിടെ ഇമ്പോർട്ട് ചെയ്തപ്പോഴുള്ള പ്രൈസ് മാത്രമല്ല, മൊത്തത്തിലെ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ കുറിച്ച് പറയാം. രണ്ട് ലൈൻ ഇവിടെ ഉണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് സപ്ലൈ, എന്താണ്? ഒന്ന് ഡൊമസ്റ്റിക് സപ്ലൈ, രണ്ട് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ലൈൻ, ഒന്ന് ഡൊമസ്റ്റിക് സപ്ലൈയും രണ്ട് ഡിമാൻഡും. ഇതാണ് ഡിമാൻഡിൻ്റെ ലൈൻ. ഓക്കെ, നോ പ്രോബ്ലം അറ്റ് ഓൾ, യു ക്യാൻ ഈസിലി സീ ദിസ് ഇസ് ദ ഡിമാൻഡ് കാർ. Okay, then the next is one is the domestic supply. അപ്പോൾ ഡൊമസ്റ്റിക് സപ്ലൈ എത്രയാണെന്ന് നമുക്ക് ഈ ലൈനെ നോക്കിയാൽ മതി. മൊത്തം ഇക്കോണമി എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഈ ലൈൻ രണ്ടെണ്ണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന് ഡൊമസ്റ്റിക് സപ്ലൈയും രണ്ട് ഡിമാൻഡുമാണ്. ഡൊമസ്റ്റിക് ഡിമാൻഡിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഇക്കോണമിയെക്കുറിച്ച് ഇത് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമസ്റ്റിക് സപ്ലൈ എന്താണെന്ന് ഇവിടെ കിട്ടിയല്ലോ. നമ്മൾ ഡൊമസ്റ്റിക് സപ്ലൈ എന്ന് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് കമ്മോഡിറ്റി നടക്കുന്നത്. ഒന്ന് ഇമ്പോർട്ട് പ്ലസ് ഡൊമസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അതാണ് ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റിയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും ഡൊമസ്റ്റിക് സപ്ലൈയും കൂടെ കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ കാണിക്കുന്നത്, ഈ ഡയഗ്രത്തിൽ ഈ ലൈനിൽ കാണിക്കുന്ന ഡൊമസ്റ്റിക് സപ്ലൈ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇമ്പോർട്ട് അതിൻ്റെ റെസ്റ്റായിട്ട് കാണും. ഓക്കെ, നമ്മൾ വിചാരിക്കുക ഒറിജിനൽ സിറ്റുവേഷൻ, നമ്മുടെ ഒറിജിനൽ സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങൾ പടം വരച്ച് ഇവിടെ പ്രൈസ് ഏർപ്പെടുത്തി, ഇവിടെ ക്വാണ്ടിറ്റി ഏർപ്പെടുത്തി, ഡൊമസ്റ്റിക് സപ്ലൈ ഏർപ്പെടുത്തി. ലൈൻ മാറിപ്പോയിക്കരുത്. അതിനുവേണ്ടി ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞത്. ഇവിടുത്തെ ചൂപ്പായിട്ട് ഞാൻ ഇട്ടതായിരുന്നു, ഞാൻ ഡയഗ്രം കിട്ടിയില്ല. പിന്നെ ഇത് ഡിമാൻഡ് വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒറിജിനൽ സിറ്റുവേഷൻ P0 ആറ്റ് ഫ്രീ ട്രേഡ്. P0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈസ്, കാരണം നമ്മളോട് പ്രൈസ് ആണല്ലോ. ഈ പ്രൈസ് ഓഫ് എ സ്പെസിഫിക് കമ്മോഡിറ്റി ഇറ്റ് ഈസ് P0. ഓക്കെ, നോ P0 ഈസ് ദ പ്രൈസ്. ഓക്കെ, സോ അറ്റ് P0 പ്രൈസ് ഹൗ മച്ച് ഈസ് ഡിമാൻഡഡ്. ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഡിമാൻഡ്. Total demand in the economy for this specific commodity is it happens at point D. Point D എന്ന് പറഞ്ഞത് കേട്ടോ, ഇങ്ങോട്ട് ഡി ഇങ്ങോട്ട് മാറ്റി എഴുതിയാലും ഇവിടെയാണെന്ന് വിചാരിച്ചോണം ഡി. അങ്ങനെയാകുമ്പോൾ അവിടെ എത്രമാത്രം നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ഇങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇനി എത്രമാത്രം നമ്മൾ മൊത്തം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ OB എമൗണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? OB ആയിരിക്കും. എത്രയായിരിക്കും? OB ആയിരിക്കും. O തൊട്ട് കണ്ടോ B വരെ ആയിരിക്കും. മനസ്സിലായാലോ? ഇനി അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഡൊമസ്റ്റിക് സപ്ലൈ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്? എത്രയാണെന്ന് ആ ഡയഗ്രം എടുത്താണ്, ലൈൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. പോയിന്റ് സിയില ഇവിടുന്ന് നേരെ ഒരു വര വരയ്ക്കുക. മനസ്സിലായാലോ? പോയിന്റ് സിയിൽ. അപ്പോൾ എത്രമാത്രം ഡൊമസ്റ്റിക് സപ്ലൈ കാണും? P0C അല്ലെങ്കിൽ OA. കറക്റ്റ് OA. ക്വാണ്ടിറ്റി നമ്മൾ അവിടെ ഇവിടെയാണല്ലോ പറയുന്നത്. OA എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? Domestic producers produce him. That means that P0 price, when the price is P0 or when there is no tariff, okay, when there is no tariff, what we get, the price will be quite low. It is set at P0. Okay, P0 price, total demand എന്ന് പറയുന്നത് എത്രമാത്രമാണ്? OB ആണ്. ശരിയല്ലേ? ഡൊമസ്റ്റിക് ആ OB ഇല്ലാത്ത ഡൊമസ്റ്റിക് സപ്ലൈ എത്രമാത്രം വരും? OA ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി AB ആണ്. ശരിയല്ലേ? A തൊട്ട് B വരെ.
സോ AB ഈസ് ഈക്വൽ ടു OB മൈനസ് OA. മനസ്സിലായല്ലോ? അപ്പോൾ OA എന്ന് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനാണ്. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇത്രയും സപ്ലൈ ചെയ്യും, ട്രേഡ് ഇമ്പോർട്ടിലൂടെ നമുക്ക് ഇത്രയും കിട്ടും. മനസ്സിലായല്ലോ? AB ഇമ്പോർട്ടിലൂടെയാണ്, OA ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിലൂടെ. മൊത്തം എത്രയാണ്? OB എമൗണ്ട് കൺസ്യൂം ചെയ്തു. മനസ്സിലായല്ലോ? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡക്ഷൻ പോയിൻറ്റ് C ആണ്. അപ്പോൾ നമുക്ക് ഈ ഡൊമസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്ന ലൈനിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്താം? അവിടെ നിന്ന് നമുക്ക് എത്രമാത്രം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ നടന്നെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് ആ കമ്മോഡിറ്റി എത്രമാത്രം സപ്ലൈ ചെയ്തു അറ്റ് ദിസ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാം. ബാക്കിയുള്ളത് ആരുടെ ആയിരിക്കും? ബാക്കി ടോട്ടൽ കൺസംഷനിൽ നിന്ന് നമ്മൾ ബാക്കി കാണുന്ന ഇതിലായിരിക്കും, നമ്മൾ ഇമ്പോർട്ട് ആയിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലായല്ലോ ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുതലാണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. വെൻ ദി പ്രൈസ് ഈസ് P0, when there is no tariff, okay, there is no tariff, the price is much lower, there is high amount of production, domestic supply is insignificant, most bulk of the consumption or demand of domestic demand is met through what? Import. Okay, remember? നിങ്ങൾ മായ്ച്ചോട്ടെ, മായ്ക്കോട്ടെ, അല്പം സമയം എടുക്കണം, ഒന്ന് വായിക്കണേ. മൊത്തം പോയോ? ഇല്ല, ഒന്നുകൂടെ ഒന്ന് എടുക്കാം. ഒന്നുകൂടെ നമ്മൾ ഈ ഡയഗ്രം തന്നെ നമ്മൾ കുറേ പ്രാവശ്യം ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എല്ലാം നമ്മൾ എന്നാൽ പിന്നെ നമുക്ക് എഴുതാതിരിക്കാനും പറ്റില്ല, പെട്ടെന്നങ്ങ് വായിക്കാനും പറ്റില്ല, കുറച്ച് സമയം എടുക്കും. അതുപോലെ നമുക്കിപ്പം ഒരു സെക്കൻഡേ, നമുക്ക് ഓക്കെ എത്ര മതിയായിരിക്കും. നോക്കട്ടെ, വേറൊരു വഴിയുണ്ടോന്നേ. ആണ് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ഇപ്പം എല്ലാം പോയി. നമുക്കിനി ബാക്കി അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്തില്ല. പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പിടികിട്ടിയല്ല മൊബൈൽ ചെറിയ സ്ക്രീനിൽ. ഓക്കെ, അപ്പോൾ ഞാനിച്ചിവിടെ വലുതാക്കാം ഈ ഡയഗ്രാം. ഇപ്പം ഇനി നമ്മൾ തൊട്ടടുത്ത് ഇപ്പം ഇത്രയും കാര്യം ഒറിജിനൽ സിറ്റുവേഷൻ നമ്മൾ കണ്ടു അല്ലേ? ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഡയഗ്രാം കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു സംഭവമാണ് പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസ്. പാർഷ്യൽ ഇക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം, തിയറിയൊക്കെ നമ്മൾ പലപ്പോഴും ഡയഗ്രാം മനസ്സിലുണ്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാം ഇല്ല നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുമല്ല. അതുകൊണ്ട് നമ്മൾ ഡയഗ്രത്തിൽ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡയഗ്രാം കണ്ട് നമ്മൾ P0 എന്നുള്ള പോയിന്റ് കണ്ട് നമ്മൾ PT കാണും. എന്താണ് PT? ദി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ദ ടാരിഫ്. സെക്കൻഡ് എന്ത് പറ്റി? ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ എടുക്കാമെന്ന് നോക്കാവേ. ഇപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അല്ലേ, നോക്കട്ടെ. കുഴപ്പമില്ല. ഇതൊക്കെയാണ് നമുക്ക് മിക്ക ദിവസം എന്തെങ്കിലും ഒരു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ നേരെ ക്ലാസ് എടുത്താൽ മതി. ഇവിടെ അതുപോലെ നടക്കുമോ? അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഡയഗ്രാം നമ്മളൊന്നുകൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് P0 കണ്ടു. ദെൻ വി കംസ് ടു PT എന്നതിലേക്ക് വരുമല്ല. ഗവൺമെൻറ് ഇവിടെ ഒരു ടാരിഫ് ഏർപ്പെടുത്തും. Whatever may be the size of tariff, this tariff increases the price of the commodity by P0 PT. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ഇമ്പോർട്ട് ആയിരുന്നല്ലോ. അപ്പം കമ്മോഡിറ്റിയുടെ വില എത്ര കൂടും? വില കൂടും. എത്ര കൂടും? P0 PT വില കൂടും. P0 PT കൂടും. സോ imposition of a tariff raises the price of the product by P0 PT or the price of the commodity increases to OPT. മനസ്സിലായല്ലോ? അപ്പോൾ ആ OPT വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് കാര്യങ്ങൾ കിട്ടും. ചില ഫ്രഷ് ലൈൻസ് നമുക്ക് കിട്ടും, ഫ്രഷ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അതിലൊരു പോയിൻ്റാണ് നമ്മളെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടോട്ടൽ ഡിമാൻഡ് എത്രയാണെന്നുള്ളത്. ടോട്ടൽ ഡിമാൻഡിന് പോയിൻ്റ് F. ഓക്കെ, എ പോയിൻറ്റ് വേർ ദി പ്രൈസ് ലൈൻ മീറ്റ്സ് ദ domestic demand line. Okay, that is at point F. At point F, what will be the amount of the total consumption or total demand? It is equal to OH. ശരിയല്ലേ? എത്രയാണ് ടോട്ടൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? OH. ടോട്ടൽ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഡിമാൻഡാണ് OH. ഇവിടെ കിട്ടിയല്ലോ. ചേട്ടാ ഞാൻ മാറ്റി വെക്കാം. ഓക്കെ, ടോട്ടൽ ഡിമാൻഡ്. ഇനി അതിൻ്റെ അകത്ത് നമുക്ക് നോക്കുക എത്രമാത്രം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് നോക്കുക. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇതാ
ശരിയല്ലേ? അപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇതാണ്. ഇങ്ങോട്ട് വരിക ഈ പോയിൻ്റ്. ഇപ്പം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ശരിക്കും കൂടി. കാരണം പ്രൈസ് കൂടുതലാണെങ്കിൽ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് അത് കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് അറിയാം. നമുക്ക് ഒരു പ്രൊഡക്റ്റ് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പഴയ സിറ്റുവേഷനിൽ ഇത്രയും വിദേശികൾ സപ്ലൈ ചെയ്തത്. പ്രൈസ് കൂടുന്തോറും വിദേശത്തു നിന്നുള്ള സാധനങ്ങളെ കയറി നമ്മൾ ടാരിഫ് ഏർപ്പെടുത്തി, വിദേശത്തു നിന്നുള്ള സാധനത്തിൻ്റെ വില കൂടി. അങ്ങനെ ഓവറോൾ ആയിട്ട് ഇക്കോണമി ആ കമ്മോഡിറ്റിയുടെ വില കൂടുന്തോറും ഉയർന്ന വിലയിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പറ്റും. താഴ്ന്ന വിലയിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പറ്റില്ല. കാരണം അവരെക്കാളും മികച്ചവരായിരിക്കും ഫോറിൻ സപ്ലയേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ലോജിക്ക്, വെൻ ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഗോസ് അപ്പ്, ഓക്കെ, ദി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് വിൽ ബി ഏബിൾ ടു സപ്ലൈ മോർ ആൻഡ് മോർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദി കമ്മോഡിറ്റി ബിക്കോസ് ദേ ആർ ഹൈ കോസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്, അല്ലേ? നമുക്ക് കോമ്പറ്റേറ്റീവ് എബിലിറ്റി കുറവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവിടെ നമുക്ക് പിടികിട്ടി അറ്റ് പോയിന്റ് യുനോ, സോ പോയിന്റ് ഇ ഈസ് ദ ഡൊമസ്റ്റിക് സപ്ലൈ പോയിന്റ് ആൻഡ് അറ്റ് ദിസ് പോയിന്റ് യുനോ OG amount of the commodity, domestic supply, OG amount of the commodity is supplied by domestic produce and the remaining GH amount of the commodity will be obtained through what? Imports. മനസ്സിലായല്ലോ? അപ്പോൾ ഇമ്പോർട്ട് എത്രയായിരിക്കും? GH. മൊത്തം എത്രയായിരിക്കും? OH. പിടികിട്ടുന്നുണ്ടല്ലേ? ലൈൻ നോക്കിയിരിക്കണം, ഡയഗ്രാം നോക്കിയിരിക്കണം, പോയിന്റുകളൊക്കെ. അപ്പോൾ നമുക്ക് കണ്ട് പുതിയതായിട്ടുള്ള പ്രൊഡക്ഷൻ പോയിന്റ് F ആണ്, പ്രൊഡക്റ്റ് കൺസംഷൻ പോയിന്റ് F ആണ്, അല്ലെങ്കിൽ OH ആണ് ടോട്ടൽ കൺസംഷൻ, അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് OH ആണ്. ഓക്കെ, അവിടെ നമുക്ക് അടുത്തായിട്ട് നമ്മൾ പോയിൻ്റായിട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് E ആണ്. അറ്റ് പോയിന്റ് E, വാട്ട് ഇസ് റെലവൻസ് ഓഫ് പോയിന്റ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ്, ഇറ്റ് ഈസ് ഡൊമസ്റ്റിക് സപ്ലൈ പോയിന്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോയിൻ്റാണ് OE. ഓക്കെ, അപ്പം ടോട്ടൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എത്രയായിരിക്കും? OG ആയിരിക്കും. കിട്ടിയല്ലോ. സോ ദ റിമൈനിങ് GH ഈസ് സപ്ലൈഡ് ബൈ ദി ഫോറിനേഴ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്? ഇതിൽ കൂടുതൽ നമുക്കൊരു അനാലിസിസ് ഇല്ല. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് അസസ് ചെയ്താൽ നമുക്ക് മനസ്സിലായി. ആഫ്റ്റർ ഇമ്പോസിഷൻ ഓഫ് ടാരിഫ്, ഫസ്റ്റ് ഈസ് ദാറ്റ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഗോസ് അപ്പ്. ഹൗ മച്ച് എന്നുള്ളത് നമ്മൾ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ്, ഈ പോയിന്റുകൾ എവിടെ നിങ്ങളതിനെ മാർക്ക് ചെയ്യണം. ABCDEFGH അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഒത്തിരി പോയിന്റുകൾ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി. ഒന്ന് പ്രൈസ് കൂടി ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ത് സംഭവിച്ചു? കൂടി. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൂടി എന്നും കൂടെ അതിൻ്റെ അർത്ഥം. പ്രൊട്ടക്ഷൻ കൂടിയല്ലോ എന്നുള്ളത് നമുക്ക് ഈ ലൈനിൽ നിന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പറയല്ലേ, വിവക്ഷിച്ചോണ്ടാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്തെടുത്തോണ്ടാൽ മതി. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടിയപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഡയറക്ട്ലി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൂടി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കൂടി. സോ ടാരിഫ് ഗീവ്സ് പ്രൊഡ്യൂസേഴ്സ് ഹയർ പ്രൊട്ടക്ഷൻ ടു ദി ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ്. സോ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ടാരിഫ് ഈസ് വാട്ട്? It is to increase protection. To whom? To domestic producers. How it became possible? So it became possible as a result of increase in tariff, the amount of the commodity produced by the producers, okay, it goes up from OA to OG. AG amount of additional unit of the commodity has been sold by the domestic producers. So there is higher protection effect. പിടികിട്ടില്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി. ഒന്ന്, കൺസംഷൻ കുറഞ്ഞു. അതാ കൺസംഷൻ കുറഞ്ഞുള്ളൊരു പ്രൈസ് കൂടി, കൺസംഷൻ കുറഞ്ഞു. എത്ര? OBയിൽ നിന്ന് OHലേക്ക് കൺസംഷൻ കുറഞ്ഞു. OBയിൽ നിന്ന് OHലേക്ക് കൺസംഷൻ കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ നഷ്ടമുണ്ട്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, അത് നമ്മൾ പറയും. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാത്ത എഫക്റ്റൊക്കെയാണ്. സോ കൺസംഷൻ കുറഞ്ഞു, പ്രൈസ് കൂടി. ആദ്യമേ പ്രൈസ് കൂടി, കൺസംഷൻ കുറഞ്ഞു. സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കോളേജിൽ പോകുന്നുണ്ട് കേട്ടോ. ഉച്ച കഴിഞ്ഞ് എനിക്ക് എക്സാം ഡ്യൂട്ടിയാണ്. അപ്പം അന്നേരം പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓഫീസിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ. സെക്കൻഡ് കളയാം. അപ്പം പിടികിട്ടിയില്ലോ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന്. നമുക്ക് 1, പ്രൈസ് കൂടി. 2, കൺസംഷൻ കുറഞ്ഞു, അല്ലേ? 2. 3, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടി, അല്ലെങ്കിൽ 4, പ്രൊട്ടക്ഷൻ കൂടി, അല്ലേ? പിന്നെ 5, ഗവൺമെൻറ് കൺസ്യൂമേഴ്സിന് വെൽഫെയർ
കുറഞ്ഞു. കാരണം അവർക്ക് കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും. 6 ഗവൺമെൻറ്റിന് ടാരിഫ്, ടാക്സ് റവന്യൂ അല്ലേ, ടാക്സ് റവന്യൂ കൂടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ വളരെ വിസിബിളായി സ്ട്രോങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഓരോ കാര്യങ്ങളും ഈ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ പൂർത്തിയാവും. മനസ്സിലായോ? അത് ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. പ്രൈസ് കൂടിയെന്നോ, കൺസംഷൻ കൂടിയെന്നോ, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടിയെന്നോ, അതിൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ കൂടിയെന്നോ നമുക്ക് പറയാം. ശരിയല്ലേ? ഇനി കൺസ്യൂമറിൻ്റെ വെൽഫെയർ കൂടി, ഗവൺമെൻറ് ടാക്സ് വരുമാനം എത്ര കിട്ടി, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ വരുമാനം കൂടുതൽ കിട്ടി. ഇവിടെ അവർക്കൊരു നേട്ടമുണ്ട്. പിന്നെ ഇക്കോണമിയിൽ മൊത്തം ഒരു ഇച്ചിരി നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെൽഫെയർ ഇതെല്ലാം കൂടെ പറയണമെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് പോയിന്റുകൾ ഇത് കണ്ടെത്തണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. മനസ്സിലായാലോ? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ നമുക്ക് ഡയഗ്രത്തിൽ കൂടെ കിട്ടി. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, ഒരു സെക്കൻഡ് അതും കൂടെ ഡിലീറ്റ്, എന്താണ് നമ്മൾ ഓരോന്നോരോന്ന് കാണുക, എന്തൊക്കെ എഫക്റ്റാണ് ടാരിഫിൻ്റെ ഫലമായിട്ടുള്ളത്. അത് നമ്മൾ ഈ പാർഷ്യൽ ഇക്വൽ ആൻസർ കാണുകയാണ്. ഒന്ന്, പ്രൈസ് എഫക്റ്റ്. As a result of the imposition of tariff by P0PT, the price of the commodity increases to OPT. Here the price of imported as well as that of the import competing domestic goods are going up. Okay, the import duty is borne by the domestic consumers. ആരാണ് ഡ്യൂട്ടി കൊടുക്കുന്നത്? ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. അടുത്ത കൺസംഷൻ എഫക്ട്. The original consumption level was OB. After the imposition tariff, total demand or consumption increased OH. Increases അല്ല, decreases to OH. This is the effect of tariff on consumption. So tariff will produce consumption effect as well. The decline in consumption from increased price also leads to decline in consumer surplus. കൺസ്യൂമേഴ്സിന് നഷ്ടമുണ്ട്. അത് നമ്മളിവിടെ കണ്ടില്ല. നഷ്ടമുണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ പക്ഷേ ഡയഗ്രത്തിൽ കണ്ടില്ല. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഇസ് റെഡ്യൂസ്ഡ് ബൈ PTP0FD. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്നാണെന്നറിയോ, നേരത്തെ ഇതായിരുന്നല്ലോ, ഇതാ പ്രൊഡക്ഷൻ പോയിന്റ്. ഇപ്പോഴത്തെ ഇതാ അതിൻ്റെ പ്രൊഡക്ഷൻ പോയിന്റ് ഇതാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. ഇതാണ് ആരുടെ നഷ്ടം? കൺസ്യൂമേഴ്സിന് നഷ്ടം. ഇത്രയും കൂടുതൽ അവർ കൊടുക്കേണ്ടി വന്നു. ശരിയല്ലേ? ഇത്രയും കൂടുതൽ അവർക്ക് കൊടുക്കേണ്ടി വന്നു, ഇത്രയും കൊണ്ട് കൺസംഷൻ കുറയും ചെയ്തു. സോ ഇതാണ് ശരിക്കും കൺസ്യൂമേഴ്സിൻ്റെ നഷ്ടം. ഈ നഷ്ടം ഉണ്ടല്ലോ, ചിലർക്ക് നേട്ടമാണ്, ഇത് ഗവൺമെൻറ് കിട്ടുന്നതിൽ ലാഭമാണ്. ഇത് ഇക്കോണമിയിൽ ആർക്കും ഇല്ല. ഈ ഒരു ത്രികോണം ഇത് ഇക്കോണമിയിൽ ആർക്കും ഇല്ല. അതിനെ നമ്മൾ ഡെഡ് വെയ്റ്റ് ലോസ് എന്നാണ്. ബാക്കി ഇത്രയും സാധനങ്ങൾ പ്രൊഡ്യൂസേഴ്സിന് നേട്ടമാണ്. ഓക്കെ, ഞാനൊന്നുകൂടെ ആ ലൈൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ അല്പം എളുപ്പമായിരിക്കും. ഓക്കെ, ഒന്നുകൂടെ പറയാവേ. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്തോട്ടെ. ഞാൻ വായിക്കുന്നില്ല, ആ പോയിന്റ് കിടക്കട്ടെ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വലിബ്രിയം ഡിയിൽ നിന്ന് എഫിലേക്ക് പോയി. അപ്പോൾ കൺസ്യൂമേഴ്സിന് നഷ്ടമുണ്ട്. അവർ കൂടുതലായിട്ട് പൈസ കൊടുക്കേണ്ടി വന്നു, കൺസംഷൻ കുറയും ചെയ്തു. അപ്പോൾ കൺസ്യൂമറിൻ്റെ നഷ്ടം നമ്മൾ കാണിക്കുന്നതിനറിയും, ഈ ലൈനിങ് എടുക്കും. ഓക്കെ, ഇതാണ് പുതിയ പ്രൈസ് ലൈൻ. അത് തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ കാണുക. ഇത്രയും സംഭവങ്ങളായിരിക്കും. എന്ത് പറഞ്ഞേ? കൺസ്യൂമേഴ്സിൻ്റെ നഷ്ടം, കൺസ്യൂമേഴ്സ് സർപ്ലസ് കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമറിൻ്റെ നഷ്ടം വേറെ ആർക്കെങ്കിലും ലാഭമായിട്ട് പോകട്ടാണെന്ന് നമുക്ക് നോക്കണ്ടേ. ആ ലാഭത്തിൻ്റെ വീതം വയ്പ്പാണ് നമ്മളിപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ട്രിക്ക്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഇത്രയും നഷ്ടം, ഇത്രയും കൺസ്യൂമേഴ്സിന് ഇത്രയും നഷ്ടം വന്നു. P0PTEFD എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളും ഈ റെക്റ്റാങ്കിളും ഉൾപ്പെടെ, മനസ്സിലായല്ലോ, ഈ റെക്റ്റാങ്കിൾ, ഈ കുഞ്ഞു ട്രയാങ്കിൾ ഉൾപ്പെടെയുള്ള ഏരിയ കൺസ്യൂമേഴ്സിന് നഷ്ടം വന്നു. അതിലെ ഓരോന്നും പറയാം. ഈ ഒരു സംഭവം ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്, ഗവൺമെൻറ്റിന് ടാക്സ് റവന്യൂ. മുഴുവൻ ഗവൺമെൻറ്റിന് പോയില്ലെന്ന് വിചാരിച്ചാണ്, ഗവൺമെൻറ് കിട്ടിയ ടാക്സ് റവന്യൂ. ഈ ഒരു നേട്ടം ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയ നേട്ടം. ശരിക്കും പ്രൊഡ്യൂസേഴ്സ് നമുക്ക് പറഞ്ഞാൽ മതി. ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയ നേട്ടം കാരണം അവർക്ക് കൂടുതൽ വരുമാനം കിട്ടി. ആ വരുമാനം ആരുടെ ചിലവിലാണ്? കൺസ്യൂമേഴ്സിൻ്റെ ചിലവിലാണ്. കൺസ്യൂമേഴ്സ് കൂടുതൽ പൈസ കൊടുക്കുമ്പം അതിൻ്റെ നേട്ടം ആർക്കൂടെ പോയി? നേട്ടം ശരിക്കും ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പോയി. ഇത് ഗവൺമെൻറ്റിന് പോയി, ഇത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പോയി. ഈ രണ്ട് ട്രയാങ്കിൾ ആർക്കും പോയിട്ടില്ല. വേറൊരു പാർട്ടി ഇവിടെ ഇല്ലല്ലോ, ശരിയല്ലേ? വേറെ ഫോറിനേഴ്സ് അല്ലല്ലോ, അത് ഇതിന് താഴെ അവർക്ക് ബാധകമുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടിനെയും കൂടെ എന്തെന്ന് പറയും? ഡെഡ് വെയ്റ്റ്
ലോസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ലാതെ സമൂഹത്തിന് എല്ലാവർക്കും കൂടെ നഷ്ടം വന്നു, ആർക്കും ഇല്ലാതെ വന്നൊരു നഷ്ടമാണ്, ആർക്കും പോകാത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ കൺസ്യൂമേഴ്സിന് പൈസ കൊടുത്തു പക്ഷേ ആർക്കും സൊസൈറ്റിക്ക് ഒരു ഗെയിൻ കിട്ടിയില്ല. അതാണ് ഈ 2 പോയിന്റുകൾ. അപ്പം ഇവിടെ പ്രൈസ് കൂടിയതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് കൂടുതൽ വരുമാനം കിട്ടി, കൺസ്യൂമേഴ്സിന് ഹയർ പ്രൈസിൽ നിന്നുള്ള വരുമാനം പ്രൊഡ്യൂസേഴ്സിന് പോയി. പ്രൊഡ്യൂസേഴ്സിനാട്ടോ, അയ്യോ നമ്മൾ മേടിക്കാൻ അവിടെ കൺസ്യൂമേഴ്സിനാണ് എഴുതിയിരിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സിന് കിട്ടിയ നല്ല ലാഭമാണ്. അപ്പം നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഫ്രം ദി കൺസ്യൂമേഴ്സ് ടു ദി പ്രൊഡ്യൂസേഴ്സ് ഹാപ്പൻഡ് എന്നാണ് ടാരിഫിൻ്റെ ഇമ്പാക്റ്റ്. മനസ്സിലായല്ലോ? ടാരിഫ് ഏർപ്പെടുത്തിയപ്പം കൂടുതൽ വിലയ്ക്ക് കൂടുതൽ എമൗണ്ട് കൂടുതൽ വോളിയം ഓഫ് ദി കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പറ്റി. സോ ഹയർ പ്രൈസ് ഹാസ് ബീൻ ഗിവൺ ബൈ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇറ്റ്സ് എ പോർഷൻ ഓഫ് ദാറ്റ് ഹാസ് ബീൻ ഗോൺ ത്രൂ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇൻ ടേംസ് ഓഫ് ദർ പ്രോഫിറ്റ്. അപ്പോൾ കൺസ്യൂമറിന് നഷ്ടം, പ്രൊഡ്യൂസർക്ക് ലാഭം. സോ പിടികിട്ടിയല്ലോ എന്തെല്ലാം എഫക്റ്റാണ് എന്താണ് ഈ ടാരിഫ് വഴി ഉണ്ടാകുന്നത്, അത് ആർക്കൊക്കെയാണ് പോകുന്നതെന്ന് പിടികിട്ടിയല്ലോ. പ്രൈസ് കൂടി, കൺസംഷൻ കുറഞ്ഞു, ഇമ്പോർട്ട് കുറഞ്ഞു, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടി, പ്രൊട്ടക്ഷൻ കൂടി, അല്ലേ? ഇനി ഗവൺമെൻറ് ടാക്സ് വരുമാനം കൂടുതൽ കിട്ടി, പ്രൊഡ്യൂസേഴ്സിന് കൂടുതൽ ഇൻകം കൂടുതൽ കിട്ടി, ഇക്കോണമിക്ക് ചില നഷ്ടങ്ങളും വന്നു, കൺസ്യൂമേഴ്സിന് മൊത്തത്തിൽ സർപ്ലസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സോ കൺസംഷൻ എഫക്റ്റ് നമ്മൾ പറഞ്ഞു, കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ PT/P0 DF എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, തിരിച്ചു പറഞ്ഞാലും ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എങ്ങനെ വേണമെങ്കിൽ പറയാം. പ്രൊഡക്ഷൻ എഫക്റ്റ്. അപ്പോൾ ടാരിഫ് എന്തിനാണ് നമ്മൾ ഇമ്പോസ് ചെയ്ത്? വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും നേട്ടം കിട്ടും. ആർക്ക് കിട്ടും? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് കിട്ടും. സോ അവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ പ്രൊട്ടക്ഷൻ എഫക്റ്റ് എന്ന് പറയും. ദ പ്രൊട്ടക്ഷൻ എഫക്റ്റ് ഷോസ് ദി ഇൻക്രീസ് സപ്ലൈ മെയ്ഡ് ബൈ ദി ഡൊമസ്റ്റിക് ഫേംസ്. Okay, as a result of the increased tariff, price of the imported goods increases and the volume of the import also comes down. അപ്പോൾ പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ത് ചെയ്യും? അത് കൂടും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇമ്പോർട്ട് കുറയും. അപ്പോൾ ഇമ്പോർട്ട് കുറയുമ്പോൾ ആ സ്പേസ് ആര് ഓക്കിപ്പ് ചെയ്യും? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഓക്കിപ്പ് ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് സപ്ലൈ ബൈ ഡൊമസ്റ്റിക് ഫേംസ് ഇൻക്രീസസ്. ഇമ്പോർട്ട്സ് ആർ റെഡ്യൂസ്ഡ് ഫ്രം AB to GH. നമ്മൾ കണ്ടതാണ്, ഞാനത് കൂടുതൽ പറയണ്ടല്ലോ. AB to to GH ആയിട്ട് ഡൊമസ്റ്റിക് ഇമ്പോർട്ട് പറയും. ഡൊമസ്റ്റിക് സപ്ലൈ ഇൻക്രീസ് ഫ്രം OA to OG. അവിടെ എഴുതുന്ന OA to OG ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടി. ദ ഇൻക്രീസ് ഇൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ദി കമ്മോഡിറ്റി റെപ്രസെൻറ്റ്സ് ദി പ്രൊട്ടക്ഷൻ എഫക്ട്. കൂടുതൽ ഈ കമ്മോഡിറ്റി കൂടുതൽ സപ്ലൈ ചെയ്യാൻ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് പറ്റി എന്നുള്ളതാണ്. അങ്ങനെ അതിന് നമ്മൾ എന്തെന്ന് പറയും? പ്രൊട്ടക്ഷൻ എഫക്റ്റ് എന്ന് പറയും. റവന്യൂ എഫക്റ്റ് shows the increase in the revenue of the government as a result of increased tariff. In the diagram, rectangle represented by EFMN. കണ്ടോ? ഏതാണ് ഇത്? നമ്മൾ പറഞ്ഞല്ലോ, ഡിലീറ്റ് ചെയ്തേക്കാം. പോവില്ല കാരണം ഒത്തിരി എഴുത്തുള്ളതുകൊണ്ടേ. EFN നമ്മൾ കണ്ടതാണിതേ. പിന്നെ ഞാൻ സമയം എടുക്കുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു റെക്റ്റാങ്കിൾ ആട്ടോ, അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കിട്ടുന്ന ടാക്സ് വരുമാനം. ഓക്കെ, മറക്കരുത്. റവന്യൂ എഫക്റ്റ് ഡയഗ്രാം റെക്റ്റാങ്കിൾ EFMN ഈസ് ദ റവന്യൂ മൊബിലൈസ്ഡ് ബൈ ദി ഗവൺമെൻറ്. പെന്നിൻ്റെ ഇനി അടുത്ത് റീഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റാണ്. ഡ്യൂ ടു ദി ഇമ്പോസിഷൻ ഓഫ് ടാരിഫ് ഇമ്പോസിഷൻ ദി ട്രാൻസ്ഫർ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഫ്രം ദി ഞാനിങ്ങനെ കഴ്സർ ഉപയോഗിക്കാവേ. ദ ട്രാൻസ്ഫർ ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഫ്രം കൺസ്യൂമേഴ്സ് ടു വാട്ട് വി ക്യാൻ സേ പ്രൊഡ്യൂസേഴ്സ് ഇസ് ദ റീഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻകം ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോവുക. അപ്പം P0 PTEC റെപ്രസെൻറ്റ്സ് ദ റീഡിസ്ട്രിബ്യൂഷൻ എഫക്റ്റ്. 3 സെക്കൻഡേ, എന്നാ കാണിച്ചാലും പെണ്ണ് തിരിച്ചു വരാൻ പാടായിരിക്കും. നമുക്ക് ഇങ്ങനെയുള്ള ചെറുതാക്കിയാലും രക്ഷയില്ല. അപ്പം ഞാൻ ഡയഗ്രാം ഒന്ന് എടുക്കാവേ. P0 ഇത്രയും സംഭവമാണ്. P0 PTEC ഇത് ഇങ്ങനെ ഈ ഏരിയയാണ് എന്തെന്ന് പറയാം, റീഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദി കൺസ്യൂമേഴ്സ് ടു ദി പ്രൊഡ്യൂസേഴ്സ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഡയഗ്രാം ഒന്നുകൂടെ ഇപ്പോഴത്തേക്ക് P0 PTEC കണ്ടോ? ഞാൻ പറയാം. ഇവിടെയാണ് ഉണ്ടോ P0 കണ്ടോ, PT കണ്ടോ, E കണ്ടോ, C കണ്ടോ? ഒരു കുഞ്ഞ് ട്രയാങ്കിളും അതിൻ്റെ കൂടെ ഒരു റെക്റ്റാങ്കിളും കൂടുന്ന ഈ ഒരു ഏരിയ. ഈ ഏരിയയാണ് എന്ത് സംഭവിക്കുന്നത്? കൺസ്യൂമേഴ്സിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിലേക്ക് പോയ
റീഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകം. ഓക്കെ, ഇനി import effect or balance of trade effect. As a result of the tariff, import comes down. This is the trade effect of tariff. In the diagram, import comes down from AB to GH, AB to GH. Okay, dead weight loss effect. Triangle ECN നോക്കുക, ECN ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ FMD ബൂത്ത് റെപ്രസെൻറ്റ്സ് ഗെയിൻസ് ടു നോ പാർട്ടി. ആർക്കും ആ ഗെയിൻ കിട്ടിയിട്ടില്ല, കൺസ്യൂമേഴ്സിന് നഷ്ടം വരും. ഇതിനാണ് നമ്മൾ ഡെഡ് വെയ്റ്റ് ലോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. കുറേ ആൾക്കാർക്ക് നഷ്ടം വന്ന ആ നഷ്ടം സമൂഹത്തിൽ ആർക്കും കിട്ടാതെ വരുന്ന സിറ്റുവേഷനാണ്, ഇക്കോണമിക്ക് മുഴുവൻ വരുന്ന നഷ്ടം. അതിനാണ് ഡെഡ് വെയ്റ്റ് ലോസ് എഫക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി ടാരിഫ്, കൺസ്യൂമർ വേഴ്സസ് പ്രൊഡ്യൂസർ. കൺസ്യൂമേഴ്സ് പേ പ്രൊഡക്ഷൻ സബ്സിഡി ഇൻ ദി കേസ് ഓഫ് ടാരിഫ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്നാ സംഭവിക്കുന്നത് അറിയോ? കൺസ്യൂമേഴ്സ് കൂടുതൽ വില കൊടുത്ത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ കൂടുതൽ വിൽക്കാനുള്ള ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുക അവിടെ ചെയ്ത ടാരിഫ് വഴി, ശരിയല്ലേ? അപ്പം കൺസ്യൂമേഴ്സിൽ നിന്ന് പൈസ അങ്ങോട്ട് പോയി, പ്രൊഡ്യൂസേഴ്സ് പോയി. ശരിക്കും കൺസ്യൂമേഴ്സ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കുന്ന സബ്സിഡി അല്ലേ നമ്മൾ ഈ പറയുന്ന ഇതുണ്ടോ, ഈ ഒരു P0C എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അതെ, അപ്പം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സബ്സിഡി പോലുള്ള ഒരു ഇൻകം ട്രാൻസ്ഫർ കൺസ്യൂമേഴ്സിൽ നിന്ന് ആരിലേക്ക് പോയി? പ്രൊഡ്യൂസേഴ്സിലേക്ക് പോയി. ഓക്കെ, സോ ഇൻ എ സെൻസ് ടാരിഫ് ലെറ്റ്സ് ഇൻക്രീസ്ഡ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, റെഡ്യൂസ്ഡ് കൺസംഷൻ ആൻഡ് റെഡ്യൂസ്ഡ് കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി കൂടും, കൺസംഷൻ കുറയും, കൺസ്യൂമർ സർപ്ലസ് കുറയും. Similarly, import or trade also comes down, but domestic production goes up, which indicate increased producer surplus. Government tax revenue also goes up, but ultimately tariff led to reduced welfare for the economy, reduced welfare for the consumers, and thus reduced welfare for the collective economy as well. Okay, so these are the different effects of tariff when we are making a partial equilibrium analysis. പാർഷ്യൽ ഇക്വിലിബ്രിയം അനാലിസിസിൻ്റെ ബേസിലാണ്. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ യു ഷുഡ് സ്റ്റാർട്ട് എവറിത്തിങ് ഫ്രം ദിസ് ഡയഗ്രാം ഇല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഡയഗ്രത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ ഡയഗ്രാം ഇല്ലാതെ നമുക്കിത് പഠിക്കാൻ പറ്റില്ല. ഡയഗ്രത്തിൽ നിന്നാണ് ഇതെങ്ങനെയാണെങ്കിലും പഠിക്കുകയും ചെയ്യുന്ന ഈ ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ ആയിരിക്കണം. ഇപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എഫക്റ്റുകളുണ്ട്. അൾട്ടിമേറ്റ്ലി ദി പർപ്പസ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ടാരിഫ് ഈസ് ടു give more protection to the domestic producers. അതാണ്. ഓക്കെ, റവന്യൂ അല്ല പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊട്ടക്ഷനാണ്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ശരി, നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്തെടുക്കും? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് എടുക്കും. ഓക്കെ, സെക്കൻഡ് ക്ലോസ് ചെയ്തോട്ടെ.